ഡാൻസിങ് ഗണേശൻ്റെ അടുത്ത വീഡിയോ ആണ് ഇത് ഔട്ട്ലൈൻ വരക്കുന്നതിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഫേസ് ഔട്ട്ലൈൻ വരക്കുക, എങ്ങനെയാണ് മുടി ഔട്ട്ലൈൻ വരക്കുക, അതുപോലെ തന്നെ പൂമാല എങ്ങനെയാണ് ഔട്ട്ലൈൻ വരക്കുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗണപതിൻ്റെ ലോവർ പാർട്ട് എങ്ങനെയാണ് ബാക്കി ഔട്ട്ലൈൻ വരക്കുക എന്നുള്ളതാണ്. അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതുകൂടാതെ എലിയുടെ എങ്ങനെയാണ് ഔട്ട്ലൈൻ വരക്കുക എന്നും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. കളർ മിക്സിംഗ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കാമെന്ന്. കാണാത്തവർ അത് കണ്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ബാക്കി ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ ഗ്രീൻ കൊണ്ട് ഇതുപോലത്തെ ലൈൻസ് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈൻസിൻ്റെ മേലെ തന്നെ വീണ്ടും ബ്ലാക്ക് കൊണ്ടും ഇങ്ങനത്തെ ലൈൻസ് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബോർഡർ ഡിസൈന് നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഈ വൈറ്റിന് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻസ് ചെയ്ത് കൊടുക്കുക. കാലും കാലിൻ്റെ ഓർണമെൻറ്റ്സും ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിട്ട് ഈ ഒരു വൈറ്റ് പോർഷനിൽ ഇതിൻ്റെ ബോർഡർ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യില്ല. ഇതിങ്ങനെ തന്നെ വിടാനാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നില്ല. ഇനി ഈ പോർഷന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലൈൻസിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി ഈ ഒരു ഓർണമെന്റ് വരക്കാൻ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്ത് കൊടുക്കാം. ഔട്ട്ലൈൻ ചെയ്യാൻ പോകുന്നത് എലീൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഗണപതിൻ്റെ ഔട്ട്ലൈൻ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഗണപതിൻ്റെയും എലീൻ്റെയും ഒക്കെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇനി ഇതുപോലൊരു ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.